ദ മൂവി ഫോളോസ് ജെയ്സൺ മാത്യു തോമസ്. ഈ സിനിമ കൈകാര്യം ചെയ്തത് ജെയ്സൺ മാത്യു തോമസ് ആണ്. ഒന്ന്, എ വിറ്റി ആൻഡ് സ്ലൈറ്റ്ലി അരോഗൻ ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ്, അത്യാവശ്യം ക്ലവറായ, ബുദ്ധിയുള്ള, അതേപോലെ തന്നെ അത്യാവശ്യം അഹങ്കാരമൊക്കെ ഉള്ള, ദേഷ്യമൊക്കെ ഉള്ള ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റാണ്. ഹൂ സ്റ്റഡീസ് അറ്റ് എ ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻ കേരള. കേരളത്തിലെ ഒരു +2 സ്കൂൾ അദ്ദേഹം പഠിക്കാൻ പോകുന്നു. ജെയ്സൺ വിശ്വസിക്കുന്നു ഈസ് സ്മാർട്ട് ആൻഡ് പോപ്പുലർ. അവൻ നല്ല സ്മാർട്ടാണെന്നും എല്ലാവരുടെ ഇടയിൽ അറിയപ്പെടുന്ന ആളാണെന്നൊക്കെയാണ് ജെയ്സൺ വിശ്വസിക്കുന്നത്. ബട്ട് തിങ്സ് ടേക്ക് എ ടേൺ വെൻ എ ന്യൂ ടീച്ചർ നെയ്മഡ് രവി പത്മനാഭൻ വിനീത് ശ്രീനിവാസൻ ജോയിൻസ് ദ സ്കൂൾ ആസ് എ മലയാളം ടീച്ചർ. ബട്ട് തിങ്സ് ടേക്ക് എ ടേൺ, കാര്യങ്ങളൊക്കെ കലങ്ങി മറിയാണ്. പിന്നെ ന്യൂ ടീച്ചർ, പുതിയ ടീച്ചർ നെയ്മഡ് രവി എന്ന് പറഞ്ഞ ആൾ വരുമ്പം ജോയിൻസ് ദ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു ആസ് എ മലയാളം ടീച്ചർ, ഒരു മലയാള അധ്യാപകനായിട്ട് ഇയാൾ ജോയിൻ ചെയ്യുമ്പോഴേക്ക് ഇവൻ്റെ ഇതൊക്കെ തിരിഞ്ഞു പോവുകയാണ്. രവീസ് ചാം ആൻഡ് ഇൻ്റലിജൻസ് മേക്ക് ഹിം എ ഫേവറേറ്റ് എമംഗ് സ്റ്റുഡൻസ്. ഈ രവി സാറിൻ്റെ അങ്ങേയറ്റത്തെ ആകർഷകവും ബുദ്ധിപരവുമായിട്ടുള്ള ഇടപെടലൊക്കെ കുട്ടികളുടെ ഇടയിൽ അദ്ദേഹത്തെ വളരെ പ്രിയപ്പെട്ടവനാക്കുന്നു. എസ്പെഷ്യലി കീർത്തി, പ്രത്യേകിച്ച് കീർത്തിൻ്റെ ഇടയിൽ. അനശ്വര രാജൻ, ദ ഗേൾ ജെയ്സൺ സീക്രട്ട്ലി ലൈക്സ്. ആ ജെയ്സൺ ആരും അറിയാതെ സ്നേഹിക്കുന്ന അനശ്വരക്കൊക്കെ ഈ പറഞ്ഞ മാഷ ഭയങ്കര ഇഷ്ടമാവുന്നു. ആൻഡ് ജലസ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ്, അസൂയയും മറ്റ് ഇച്ഛാഭംഗം കൊണ്ടൊക്കെ ജെയ്സൺ ബിഗിൻസ് കോമ്പീറ്റിംഗ് വിത്ത് രവി സാറായിട്ട് ഇങ്ങനെ ഉടക്കാനും മത്സരിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. ലീഡിങ് ടു സെവറൽ ഹ്യൂമറസ് ആൻഡ് ഇമോഷണൽ മൂമെൻറ്റ്സ്. അത് പല രീതിയിലുള്ള നർമ്മപരവും കോമഡിയും വൈകാരികവുമായിട്ടുള്ള പല സന്ദർഭങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. ആസ് എ സ്റ്റോറി അൺഫോൾഡ്സ്, കഥ ഇങ്ങനെ തുറന്നു കാണിക്കുന്നു. ജെയ്സൺ ഫേസസ് അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് ടീനേജ് ലവ്. കൗമാര പ്രണയത്തിൻ്റെ ഉത്ഥാനപതനങ്ങളിലൂടെ ജെയ്സൺ കടന്നു പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഉയർച്ചയും താഴ്ചയും അതിൻ്റെ എല്ലാ വേദനകളും ജെയ്സൺ അനുഭവിക്കുന്നു. ടീനേജ് ലവ്, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, സുഹൃത്ത് ബന്ധം, ഈഗോ, അഹംഭാവം, ആൻഡ് ദ ഗ്രോയിങ് അപ്പ്, വളർച്ചയുടെയൊക്കെ. ദ ഫിലിം ബ്യൂട്ടിഫുള്ളി പോർട്രേറ്റ്സ്, ഈ സിനിമ വരച്ചു കാണിക്കുന്നു സ്കൂൾ ലൈഫ്, സ്കൂൾ ജീവിതം, ഫിൽഡ് വിത്ത് ക്ലാസ് റൂം ഫൺ, ക്ലാസ് റൂം തമാശകളാൽ നിറക്കപ്പെട്ട, ക്ലാസ് റൂം തമാശകൾ ഉൾക്കൊണ്ടുകൊണ്ട്. യൂത്ത്ഫുൾ ക്രഷസ്, കൗമാരപ്രായത്തിലുള്ള ചില പ്രണയ നൈരാശ്യങ്ങൾ, ഇഷ്ടങ്ങൾ. സ്മാൾ ഫൈറ്റ്സ്, ചെറിയ സംഘട്ടനങ്ങൾ. ആൻഡ് അൺഫോർഗറ്റബിൾ ഫ്രണ്ട്ഷിപ്സ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത സുഹൃത്ബന്ധങ്ങൾ. ഇൻ ദ എൻഡ്, അവസാനം ജെയ്സൺ മച്യൂർസ്, ജെയ്സൺ പക്വത കൈവരിക്കുന്നു. ആൻഡ് ലേൺസ് വാല്യുബിൾ ലെസൺസ്, വളരെ മൂല്യവത്തായ പാഠങ്ങളൊക്കെ പഠിക്കുന്നു. എബൌട്ട് ഹ്യൂമിലിറ്റി, നിന്ദ്യത, അതേപോലെ തന്നെ ലവ്, സ്നേഹം, ആൻഡ് സെൽഫ് ഡിസ്കവറി, സ്വയം കണ്ടെത്തൽ, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ തീംസ് എന്താ വെച്ചാൽ ടീനേജ് ലവ് ആൻഡ് ജലസി, ഒരു കൗമാര പ്രണയവും അതിലുള്ള അസൂയയും. ഫ്രണ്ട്ഷിപ്പ് ആൻഡ് റൈവൽറി, സുഹൃത്ത് ബന്ധവും പിന്നെ ഒരു ശത്രുതയും അല്ലെങ്കിൽ മത്സരബുദ്ധിയും. സെൽഫ് റിയലൈസേഷൻ ആൻഡ് ഗ്രോയിങ് അപ്പ്, സ്വയം തിരിച്ചറിയലും വളർച്ചയും ഒക്കെ വൈൻഡപ്പ് ചെയ്യാണ്.